ഹലോ ഗൈസ്, SKV ഇൻസൈറ്റ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മെയ് 23 ടർബോ റിലീസിന് എത്താണ്. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കുറച്ച് വാർത്തകളും കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട്. നമുക്കറിയാം അതിൻ്റെ പ്രൊമോഷൻ കാര്യങ്ങളൊന്നും അത്ര സാറ്റിസ്ഫൈഡ് അല്ല ഫാൻസും തോന്നുന്നു. കാര്യം പ്രൊമോഷനൊന്നും വേണ്ടത്ത രീതിയിലാവുന്നില്ല എന്നുള്ളൊക്കെ പല ന്യൂസൊക്കെ ഞാൻ എവിടെയൊക്കെ കണ്ടു. പക്ഷേ എങ്കിലും പറയട്ടെ, ഈ ഒരു രീതിയിൽ തന്നെയാണ് ഫോളോ ചെയ്യുന്നതാണ് നല്ലത്. പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ മമ്മൂക്കയുടെ പടത്തിന് പറഞ്ഞാൽ നമുക്കറിയാം കണ്ണൂർ സ്കോഡൊന്നും അങ്ങനെ വലിയൊരു പ്രൊമോഷൻ വന്നിട്ടൊന്നുമല്ല. പക്ഷേ ഇതൊരു വലിയ ബിഗ് ബഡ്ജറ്റ് പടമാണ്, അതിൻ്റെതായ പ്രൊമോഷനൊക്കെ വേണം. എങ്കിലും അതൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. നമുക്കിനി 2 ആഴ്ച സമയമുണ്ട്. അപ്പോൾ എന്തായാലും 2 ആഴ്ചയുള്ളിൽ നല്ലൊരു പ്രൊമോഷൻ രീതിയിൽ തന്നെ അവർ കൊണ്ടുവരുന്നുണ്ട്. ദുബായിലും അവിടെയൊക്കെ ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. വലിയൊരു ഒരു ലോഞ്ച് തന്നെ ഇതിനകത്ത് ഉണ്ടാവും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെ നല്ല കട്ട വെയിറ്റിംഗ് ആയിട്ടിരിക്കുന്ന ഒരു സാധനം ട്രെയിലർ ഈ ഒരാഴ്ച, ഈ ഒരു മെയ് 10th അല്ലെങ്കിൽ ഒരു വീക്കെൻഡിൽ തന്നെ നമുക്ക് റിലീസ് ആവുന്നുണ്ട്. പിന്നെ ഓൾമോസ്റ്റ് ബുക്കിംഗ് എല്ലാം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിലൊക്കെ ഏകദേശം ഒരു 500 സ്ക്രീൻസിലൊക്കെ റിലീസ് പ്രതീക്ഷിക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. 500 സ്ക്രീനൊക്കെ എന്തായാലും ഉണ്ടാവും. പിന്നെ ഫാൻ ഷോ സ്റ്റാർട്ട് ചെയ്യുന്ന 8:30-ക്കാണ്. ഓൾമോസ്റ്റ് എല്ലാ ഭയങ്കരമായിട്ട് ഞാൻ ഇപ്പോൾ ഗ്രൂപ്പുകളൊക്കെ നോക്കുമ്പോൾ ഒരുവിധം എല്ലാം ചാർട്ടിങ്ങൊക്കെ ഭയങ്കര തകൃതിയായിട്ട് നടന്നു പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഓൾമോസ്റ്റ് 41 കൺട്രീസ് ഓൾറെഡി ചാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനിയും അത് കൂടാനേ ചാൻസ് ഉള്ളൂ. അത്രയും വലിയൊരു റിലീസാണ് വരാൻ പോകുന്നത്. ഇനിയുള്ള ബോക്സ് ഓഫീസ് കളക്ഷനൊക്കെ റെക്കോർഡ് ആയിട്ട് ബ്രേക്ക് ചെയ്യുന്ന ഒരു ദിവസത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മെയ് 23 റിലീസ്. ഞാനൊക്കെ അത്രയധികം വെയിറ്റ് ചെയ്യുന്നൊരു പടമാണ്. എന്തായാലും FDFS കാണാൻ തന്നെയാണ് ഉദ്ദേശം. എന്തായാലും അതൊരു നല്ല രീതിയിൽ തന്നെ പ്രൊമോഷനൊക്കെ നിങ്ങൾ പേടിക്കേണ്ട, നല്ല രീതിയിൽ തന്നെ വരുന്നുണ്ടെന്നേ. അത്രയും നല്ല പ്രൊമോഷനായിട്ട് തന്നെ നമുക്ക് എത്തും. നമുക്കറിയാലോ, ബ്രഹ്മയുഗം കഴിഞ്ഞൊരു 4-5 സിനിമകളായിട്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പെർഫോമൻസ്, എസ്പെഷ്യലി കോവിഡിന് ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ സിനിമകളുടെ ആ ഒരു ക്വാളിറ്റി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലാണ്. അദ്ദേഹത്തോളം അപ്ഡേറ്റ് ചെയ്ത് പോകുന്നൊരു നടൻ മലയാളത്തിലില്ല, ഇപ്പോൾ പ്രസൻറ്റ് ഇല്ല എന്ന് തന്നെ പറയേണ്ടതായിട്ട് വരും. അത്രയും നല്ല രീതിയിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു പോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഈ ടർബോ എന്ന സിനിമ മമ്മൂട്ടി കമ്പനിയുടെ ഏറ്റവും വലിയൊരു പടമാണ്. ഇതുവരെ ചെയ്തിരുന്ന പടങ്ങളിൽ ഏറ്റവും വലിയ ബിഗ് ബഡ്ജറ്റ് പടമാണ്. അത്രയും വലിയൊരു മാസ് എൻ്റർടൈനർ ഫസ്റ്റ് പടമാണ് മമ്മൂട്ടി കമ്പനി ചെയ്യുന്ന ഫസ്റ്റ് പടമാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രത്യേകതയൊക്കെ വരുന്നൊരു കാര്യങ്ങളൊക്കെയുള്ള സിനിമകളാണ്. പിന്നെ നമ്മുടെ രാജ് പി ഷെട്ടി വരുന്നുണ്ട്, സുനിൽ, ഇങ്ങനെ വലിയൊരു കാസ്റ്റിംഗ്, വലിയൊരു നമ്മുടെ തെലുങ്കിലും കന്നഡയിലൊക്കെ കണ്ടിട്ടുള്ള വലിയ ബിഗ് സ്റ്റാർസൊക്കെ വരുന്നൊരു പടമാണ്. അപ്പോൾ അത്രയും വലിയൊരു പടം. അപ്പോൾ എന്തായാലും നമുക്ക് പ്രൊമോഷനും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ ട്രെയിലർ നമുക്ക് എത്രയും പെട്ടെന്ന് വെയിറ്റിംഗ് ആണ്. ഇപ്പോൾ കുറേ അപ്ഡേറ്റുകൾ കാണുന്നുണ്ട്. 2 മിനിറ്റ് 14 സെക്കൻഡിൽ ട്രെയിലർ വരുന്നുണ്ട്. അങ്ങനെ ഓൾമോസ്റ്റ് ഈ വീക്കെൻഡ് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഈ വീക്ക് അധികം വൈകില്ല എന്ന് തന്നെയാണ്. പിന്നെ സ്റ്റിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാ ദിവസവും അപ്ഡേറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഞാൻ കുറച്ച് സ്റ്റിൽസൊക്കെ അവിടെ വെക്കാം. അപ്പോൾ നമുക്കിങ്ങനെ ഓരോരോ ദിവസങ്ങളിലായിട്ട് അപ്ഡേറ്റുകൾ തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പ്രൊമോഷൻ സ്റ്റാർട്ടഡ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും ഓൾ ദ ബെസ്റ്റ് മമ്മൂക്ക ആൻഡ് ടീം. വലിയൊരു ഹിറ്റ് ആവട്ടെ. നമ്മളെ എല്ലാ റെക്കോർഡുകളും ബ്രേക്ക് ചെയ്യുന്ന ഒരു ബോക്സ് ഓഫീസ് ഹിറ്റായി മാറട്ടെ.